സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ മഴ മുന്നറിയിപ്പില്ല. സലീം മാലിക് ചേരുന്നു. സലീം, എന്താണ് വിവരങ്ങൾ? ഉന്മേഷ്, സുഹൈൽ, നിലവിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ്. യെല്ലോ മുന്നറിയിപ്പാണ് ജില്ലകളിലുള്ളത്. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കാണ് സാധ്യത കൽപ്പിക്കുന്നത്. അത് ഈ മാസം 13 വരെ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകളിലെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിക്കാനുള്ള കാറ്റിനും ഈ മുന്നറിയിപ്പ് പ്രഖ്യാപിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിലായി വന്ന മുന്നറിയിപ്പ്, ഏറ്റവും ഒടുവിൽ 2 മണിക്കൂർ മുൻപ് പുറപ്പെടുവിച്ച ദിനാന്തരീക്ഷ പ്രകാരം അടുത്ത 3 മണിക്കൂറിനിടയിൽ എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട്. നേരിയ ഇടത്തരം മഴയ്ക്കാണ് നിലവിൽ സാധ്യത കൽപ്പിക്കുന്നത്. ഈ മത്സ്യബന്ധനത്തിനുൾപ്പെടെ നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. എങ്കിൽ പോലും ഇടിമിന്നൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 12-ാം തീയതിയോടുകൂടി ഈ ഇടിമിന്നൽ ഉൾപ്പെടെയുള്ള മഴ അവസാനിക്കും എന്നുള്ളതാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു വിലയിരുത്തൽ. നിലവിൽ ഈ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ എവിടെയും മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടില്ല. സുഹൈൽ. സലീം മാലിക്കാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.